ഹലോ അസ്സാം വലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. ഇന്നേ ഞങ്ങളിവിടെ ടെൻ്റ് അടിച്ച് കിടക്കാൻ വേണ്ടി വന്ന കേട്ടോ. സാധാരണ ഞങ്ങൾ ഇവിടെയാണ് കിടക്കാറ്. അപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ, കുറേ ആമക്കുട്ടന്മാർ. ഇതേ നോക്കിയേ, അടിപൊളി സാധനം. ഞങ്ങൾ കുറേ അന്വേഷിച്ച് നടന്നു കേട്ടോ, ആമേനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു, കണ്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് മീറ്റാട്ടോ, ഭയങ്കര രസമുണ്ട് കേട്ടോ. അതെ, ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞ ആമ. എന്താ അതിൻ്റെ ഇത്? അതന്നെ എയിംസിനെ സംരക്ഷിക്കുക. നമ്മളിത് തൊട്ടടുത്ത് തന്നെ കടപ്പുറ കേട്ടോ, അപ്പുറത്ത് കടപ്പുറമാണ്. രാത്രി ആയതുകൊണ്ട് കാണൂല. അപ്പോൾ നമ്മൾ ഇതിനെ സംരക്ഷിക്കാൻ പോവാണ്. ഇവിടെ ഇതേ കുറേ ആമകൾ. ഏത് വൈബ്. ഞങ്ങൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷമായിട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ അപ്പം തന്നെ നമ്മൾ ടെൻ്റ് അങ്ങോട്ട് മാറ്റി. കുറച്ച് ഞങ്ങൾ ടെൻ്റ് അടിക്കുന്നതിന് മുന്നേ ടോർച്ചൊക്കെ അടിച്ച് അവിടെ നോക്കിയപ്പോൾ ഈ ആമക്കുട്ടന്മാരെ കാണാൻ നമുക്ക് പറ്റിയില്ല. ടെൻ്റ് അടിച്ചതിന് ശേഷമാണ് നമുക്ക് അതിനെ അവിടെ നിന്ന് കണ്ടത്. കണ്ട ഉടനെ ടെൻ്റൊക്കെ മാറ്റി ഞങ്ങൾ എല്ലാത്തിനെയും പുറത്തേക്ക് എടുത്തു. ചിലത് ഞണ്ടിൻ്റെ കുയിലായിരുന്നു കേട്ടോ. കാരണം കടലിലേക്ക് പോകാനുള്ള ശ്രമത്തിൽ ഞണ്ടിൻ്റെ കുയിലേക്ക് കുറേ എണ്ണം മറിഞ്ഞ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ലുക്മാൻ എൻ്റെ നാട്ടിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, ആമനെ കാണാൻ പറ്റുമോ, ആമ മുട്ടയിടുന്നത് കാണാൻ പറ്റുമോ, ആമ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമോ എന്നുള്ളത്. ഒരു ദിവസം ഞങ്ങളിതിനെ കാണാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം നടന്നു. പക്ഷെ അന്നൊന്നും കാണാൻ പറ്റിയില്ല. ഇതൊക്കെ ഒരു ലിമിറ്റാട്ടോ. ഇതിനൊന്നും അധിക നേരം നമുക്കെടുത്ത് കളിക്കാൻ പറ്റില്ല. തിരിച്ചിതിനെ കടലിലേക്ക് നമുക്ക് അയക്കണം. ഒരുപാട് എണ്ണത്തിനെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. അതിനെ തിരിച്ച് കടലിലേക്ക് അയച്ചു. നമ്മളെ കൂടെ അജിത്തേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അജിത്തേട്ടനും ആദ്യമായിട്ടാണ് ഒരുപാട് ആമ കുഞ്ഞുങ്ങളെ ഒന്നിച്ച് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങളിതിനെ കടലിലേക്ക് വിടാൻ പോവാട്ടോ. ഏകദേശം 40-40ലേറെ ആമകളുണ്ട്, ആമക്കുഞ്ഞുങ്ങളുണ്ട്. സത്യം പറഞ്ഞൊരു ഭാഗ്യമില്ലാത്ത ജീവിയാട്ടോ ഇത്. അത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇത് നമ്മൾ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ മത്സ്യങ്ങൾ ഇതിനെ ഭക്ഷണമാക്കും. ഇതിൽ ചിലപ്പം ചുരുക്കം 2-3 എണ്ണം മാത്രമാണ് എന്താകുക വളർന്ന് വലുതായി വരുള്ളൂ. ബാക്കിയെല്ലാം ചെറു മത്സ്യങ്ങളും വലിയ മത്സ്യങ്ങളും ഒക്കെ ഇതിനെ സാപ്പാടടിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഇതിനെ വിടാൻ പോവാണ്. കണ്ടതിൽ ഒരുപാട് സന്തോഷം, മനസ്സ് നിറയുന്ന ഒരു ഫീലിങ്. അങ്ങനെ ആദ്യത്തെ 2-3 ആമകളെ നമ്മുടെ ലുക്കുമാന് സ്വന്തം കൈകളാൽ കടലിലേക്ക് വിടാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് വളർന്ന് വലുതായിട്ട് നിങ്ങൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരണം. കാരണം നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാടിങ്ങനെ നിലനിൽക്കുന്നത്. ആ ഭംഗിയും നിങ്ങളെന്തായാലും പോയി വരൂ. നമ്മളെന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. വളർന്ന് വലുതാവാ പോണ്ടേ. അതെ, അങ്ങോട്ട് തള്ള. അങ്ങനെ ഞാനും ഒരു 2-3 എണ്ണത്തിനെ കടലിലേക്ക് അയക്കുകയാണ്. ടാറ്റാ, ബൈ ബൈ, സി യു. വെളുത്ത മണ്ണിൽ കറുത്ത മുത്തുകൾ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാട്ടോ ഈ ഒരു ടൈമിൽ. ഇതിനെ ഏകദേശം 10-40 മേലെ ആമക്കുഞ്ഞുങ്ങളെയാണ് ജീവിതത്തിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കുന്നത്. എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ജീവിതത്തിലേക്ക് വന്ന് 2 കണ്ണുകളും തുറക്കുമ്പോഴേക്കും സ്വന്തം മാതാവിനെ കാണാൻ പറ്റാതെ ജീവിക്കുന്നവരാട്ടോ ഇവരാണ് ശരിക്കും പോരാളികൾ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞയച്ചതിന് ശേഷമാണ് എനിക്ക് ഇവനെയും കൂടി കിട്ടിയത്. ഞാൻ അവനെയും എടുത്തു, ഒരുപാട് സമയം തലോടി, അതിനോട് കുറച്ച് കുശലം പറഞ്ഞു, ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു, അതിനെയും പറഞ്ഞയച്ചു. അപ്പോൾ എല്ലാവരെയും പറഞ്ഞയച്ച സന്തോഷത്തിലാട്ടോ ഞങ്ങളുള്ളത്. എല്ലാവരും പോയി, നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ്.